ഇതെവിടെയായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു അവിടെയൊക്കെ? നോൺ ഷോ അല്ലേ, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നീ എന്താ വരാഞ്ഞ്? അതൊന്നും പറയണ്ട. മറ്റേ എക്സാമിനായിരുന്നു കോറിൻ്റെ. നീ അല്ലേ കഴിഞ്ഞ മൺഡേ കിടന്ന് കറഞ്ഞ എക്സാം ഫ്രൈഡേ ആണ്. ടീമർക്കല്ലേ മോനെ? അത് നമ്മൾ മാറ്റിച്ചെന്നോ? സുരേഷ് സാറിൻ്റെ എക്സാമോ? എൻ്റെ അമ്മച്ചി മരിച്ച എക്സാം എഴുതാൻ പറ്റാണ്ടായി റീടെസ്റ്റ് ചോദിച്ചപ്പോൾ അമ്മച്ചിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ച പ്രൊഫസർ സുരേഷ് ജെ ഇട്ടിക്കാട്ടി നിനക്ക് എക്സാം മാറ്റി തന്നു. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഡിപ്പാർട്ട്മെൻറ്റിലെ 2025 ബാച്ച് ബാക്കി എല്ലാ ക്ലാസ്സുകളും തന്നെയായിരുന്നു. ഒരു മൂഞ്ചിയ ക്ലാസ്. വീടിൻ്റെ അഡ്രസ്സ് മറന്നാലും സിലബസ് മറക്കാത്ത ഒരു കൂട്ടം പഠിപ്പികൾ. പിന്നെ ക്ലാസ് കയറിയ പഠിത്തം ഒഴികെ ബാക്കി എന്തും ചെയ്യുന്ന സ്വയം അഭിമാനത്തോടെ വിളിക്കുന്ന ഞങ്ങൾ കുറച്ച് ബാക്ക് ബെഞ്ചസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ടിൻ്റെയും സുഖം പിടിച്ച് കഴിയുന്ന കുറച്ച് മിഡിൽ ബെഞ്ചസ്. അതെല്ലാം പോയി ഒന്നിനും ഒരഭിപ്രായമില്ലാത്ത ഒരു കൂട്ടം എന്നാലും ഒന്നിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടത് വേറൊരു ബെല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കതൊരു മരണമണിയായിരുന്നു. പ്രഭു ഇത് വായിക്ക്. This is a quick note to let you know that your core subject module 2 exam is scheduled for Monday. It's crucial to be ready for this test as it checks your understanding of key concepts in your field. Best of luck with your preparations. Regards, Suresh TK. Sir, Sunday ആണ് കോളേജ് ഫെസ്റ്റ്. Good for you. Have fun. സർ അങ്ങനല്ല, അപ്പോൾ മൺഡേ എക്സാം വെച്ചാൽ വി വോണ്ട് ഗെറ്റ് ടൈം ടു സ്റ്റഡി. അപ്പോൾ നാളെ മുതൽ എല്ലാവർക്കും വോളണ്ടിയറിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്ര മാസം കിട്ടിയതല്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട്, പിന്നെ എന്താ ചെയ്യാത്ത? സർ, യെസ് ഋതു, നേരത്തെ പറഞ്ഞെങ്കിൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. വീടിനോ ലാസ്റ്റ് ടൈം ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ലേ, ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് സ്റ്റുഡൻസിനോട് ഡിസ്കസ് ചെയ്യാണ്ട് ഫിക്സ് ചെയ്യാൻ പാടില്ല എന്ന്. ഡിസ്കസ് ചെയ്തില്ല എന്ന് ആര് പറഞ്ഞു? ക്ലാസ് റെപ്പറിനോട് ചോദിക്ക്. ആദിത്യ, നീ എന്താ കാണിക്കുന്നത്? വന്നോളൊക്കെ ബ്രഷ് ശരിയാക്കണേ. യെസ് സാർ. റെഡി 1 2 3. ഏത് നേരത്താണ് അവൻ്റെ പുറകേക്ക് കാലും പോയി. കുഴപ്പമൊന്നുമില്ല. പോയോ? പോയെന്ന് തോന്നുന്നു. എന്നാലും ഇവിടം വരെ കുറച്ച് കൊണ്ടുവന്നിട്ട് പോവാല്ലേ? പോവാ. ക്ലാസ്സിലോട്ട് തന്നെയല്ലേ വരണേ.
അതല്ലേ നിങ്ങളൊക്കെ ഞങ്ങൾ എന്ത് തെറ്റാടാ ഇത്? പൊന്നു മോനെ, നീ ആറുണ്ട് ക്ലാസ് മൊത്തം അവിടെ മൂഞ്ചി കുത്തിയിരിക്കുന്നത്. Leave me alone, you douchebags. എടാ നിനക്ക് നമ്മളോടൊക്കെ എന്താ ഇങ്ങനൊരു സംഭവം നടക്കുന്ന നമ്മളോടൊക്കെ ഒന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. ഉറപ്പ് വേണ്ട വേണ്ട വേണ്ട, ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കോ ഇവളെന്താ ഇവിടെ ചെയ്യുന്നു? നീയൊക്കെ ആരാന്ന് വിചാരിച്ചേ? ഞാൻ കാണിച്ചു തരാം നിനക്കൊക്കെ. ഞാൻ എന്താ പറ്റിയ? നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നോക്കി നടക്കൽ ഉണ്ടക്കണി. ഞാൻ ഓർത്തു സുരേഷ് സാറാണെന്ന്. പേടിച്ചുപോയി. കലോത്സവത്തിന് മിമിക്രിക്ക് വല്ലതും പോയിട്ടുണ്ടോ നീ? ഇല്ല. നന്നായി. കൂളിംഗ് ക്ലാസ് വെച്ച് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ലെന്ന് പഠിച്ച ഏത് കലോത്സവത്തിനാ? അതോ ജെയിംസ് ബോണ്ട് പടം കണ്ടിട്ടാണോ? അത് പിന്നെ അയാൾക്ക് മിഡിൽ ബെഞ്ചേഴ്സിനൊന്നും അറിയില്ലല്ലോ, അതാ ഞാൻ. തുറന്നിരിക്കുന്ന സ്റ്റാഫ് റൂമിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫോട്ടോ എടുത്ത് ഒന്നും പറ്റാത്ത പോലെ ഇറങ്ങിപ്പോ നോക്കിയതല്ലേ അല്ലേ? ഹലോ ഹലോ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലോക്ക്ഡ് ആയിരിക്കും. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ സീൽഡ് ആയിരിക്കും. അപ്പോൾ തുറന്നാൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. എന്നാൽ ഞാൻ പോയി പഠിക്കട്ടെ. ഈ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരത്തില്ല സാൻഡ്ര വർമ്മ. There are 5 modules. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? എനിക്കൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ നീ എൻ്റെ കൂടെ വരണം. അല്ല, ബാച്ച് ടോപ്പറായ നിനക്ക് ഇതിനെന്താ കിട്ടുന്നേ? കഴിഞ്ഞ 2 എക്സാംസ് ഹാർഡ് ഫോർ ദ ഹോൾ ബാച്ച്. നോട്ട് ടു ബ്രാഗ്, ബട്ട് എനിക്ക് പോലും 65% കിട്ടിയത്. അപ്പോൾ നീ തോറ്റാൽ നിനക്കൊരു സപ്ലി, പക്ഷേ ഞാൻ തോറ്റാൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നൊരു ഓൾറൗണ്ടർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ടു മച്ച് ലൂസ് സാൻഡ്ര, ടു മച്ച് ലൂസ്. സമ്മതിച്ചു. സപ്ലി എത്ര കാലം എഴുതി കൂട്ടാനാ ഞാൻ. അതുകൊണ്ട് മാത്രം ഞാൻ വരാം. ഹോപ്പ് ദിസ് ഇസ് ഗുഡ്. ഓ, ദിസ് ഇസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലാൻ ഓഫ് ദി ഇയർ. അഖിൽ, വർക്കി, ഋതു, ആമിന, പിന്നെ ഫഹീം. എല്ലാവരും ഉണ്ടല്ലോ. വായിരിക്കും. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ? അത് പിന്നെ ഞങ്ങളെ എപ്പോഴാണ് വിളിച്ചേ? എന്താണെന്നറിയില്ല. നിങ്ങളെല്ലാവരും ഞാൻ ഇതിനോട് വിളിച്ചെന്നറിയാമോ? എന്തിനാ പൊറോട്ട അടിക്കാൻ? കാര്യം പറയട്ടെ പ്രൊഫസർ കളിക്കാൻ. മണീസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് 7 വർഷം. 7 വർഷം? ആ എടാ, അതൊരു ഫീല് കിട്ടാനാണ്. നീ പറ. എക്സാം പാസ്സാവാൻ. ആ എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ എക്സാം മൺഡേ ആണ്, നമ്മുടെ ഫെസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ ഈ വരുന്ന 3-4 ദിവസം നമുക്കെല്ലാവർക്കും പഠിക്കാൻ പോയിട്ട് ഇരിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വിചാരിച്ചാലും ഇത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും?
നമുക്ക് എല്ലാവർക്കും കൂടെ മണ്ടേ മാസ് ഭംഗി ചെയ്താലോ? ഞാൻ അവന്മാരോടും പറയാം. അയാൾ നമ്മുടെ സീനിയേഴ്സിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാസ് ബങ്ക് ചെയ്തതിന്. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു ഫൈമ, പക്ഷേ സുരേഷിൻ്റെ അടുത്ത് വർക്കാവില്ല. മാത്രമല്ല എല്ലാവരും ഒന്നും ക്ലാസ് ഭംഗിയില്ല. ഇനി ആര് ചെയ്താലും ആദ്യത്തെയും ചെയ്യില്ല. തെണ്ടി ഇവന് പുറപ്പിക്കണം. മാസ് ബങ്കിങ് ചെയ്താൽ പിടിക്കും. മാസ് മെഡിക്കൽ എടുത്താലോ? ഫ്രഷ് അറിയാം, വെറുതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ ലീവ് എടുക്കുന്നത്. ക്ലാസ്സിലാർക്കും ശരിക്കും അസുഖം വെച്ചാലോ? അപ്പം നീ ക്ലാസ് മൊത്തം കൊതിനെ തുറന്നിടാൻ പോകണം. കൊതുകല്ല, പിന്നെ ഒരു മാജിക് പൗഡർ. ഇതെന്താ? മൂക്കിപ്പൊടിയല്ലേ? ഈ പൊടി അടിച്ചാൽ അതിൻ്റെ അലർജി എഫക്റ്റ് മിനിമം നിൽക്കുന്ന 10 മിനിറ്റാണ്. പക്ഷെ നമുക്ക് വേണ്ടത് 1 മണിക്കൂർ തള്ളി നീക്കണം എന്ന ടാസ്ക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. മൺഡേ രാവിലെ 11 മണിക്കാണ് സുരേഷ് സാറിൻ്റെ പീരീഡ്. അപ്പോൾ സുരേഷ് സാറിൻ്റെ സ്വഭാവം പഠിച്ചതനുസരിച്ച് അയാൾ ഒരു 10:45 കാറായിട്ട് വരും. ആ സമയം അവിടെ സാറിനൊരു സർപ്രൈസ് ഫഹീമും ആമീനെ റെഡിയാക്കിയിട്ടുണ്ടാവും. സാറിൻ്റെ പാർക്കിംഗ് സ്പോട്ടിൽ ഒബ്സ്റ്റക്കിൾ നമ്പർ 1 ഒരു ലോക്ക്ഡ് സൈക്കിൾ. ദിസ് ഷുഡ് ബൈ 10 minutes in total. ലോക്കാക്കിയ സൈക്കിൾ ചുമന്നെടുത്ത് മാറ്റി വെച്ച് കാറ് പാർക്ക് ചെയ്ത് സുരേഷ് സാറ് കുറേ കഷ്ടപ്പെടും. കഷ്ടപ്പെട്ട് വരുന്ന സുരേഷ് സാറിന് അടുത്ത സർപ്രൈസ് ബൈ ഋതുവാൻ സാറാണ്. ഒബ്സ്റ്റക്കിൾ നമ്പർ 2 ദി ഡോർ. ഫെസ്റ്റിന്റെ തലേന്ന് എല്ലാ കീസും നമുക്ക് ആക്സസിബിൾ ആണ്. ആ ദിവസം സാൻഡ്ര വർമ്മ സ്റ്റുഡന്റ് ചീഫ് നൈസായിട്ട് കുറച്ച് കീ തിരിച്ചേൽപ്പിക്കാൻ മറക്കും. ആ കീ വെച്ച് ഋതു രാവിലെ 6 മണി വന്ന് കോറിഡോർ പോകും. അതെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാ എല്ലാവരും സപ്ലൈ എഴുതി. നിനക്കൊന്ന് വന്നെന്താണ്? 7:30 വരാം. സെക്യൂരിറ്റി 7:30 വരും. 7 മണി മിനിമം. 7 മണി. ഓക്കെ, ഡീൽ. ലോങ് റൂട്ട് വഴി നടന്ന് വെയിലടിച്ച് വിയർത്ത് ഡിപ്പാർട്ട്മെന്റിൽ കയറുമ്പോഴത്തേക്കും വേറൊരു 5 മിനിറ്റ്. ഏത് മറ്റേ ക്യാമ്പസിൽ കൂടെ വളഞ്ഞ ക്യാൻറ്റീൻ വഴി വരുന്ന റൂട്ടോ? വെയിലടിച്ച് ചാവില്ലേ? ചാവണം. +5 15 minutes late already. സ്റ്റെപ്പ് കയറി സ്റ്റാഫ് റൂമിൽ പോയി സൈൻ വാങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്കും വേറൊരു 5 മിനിറ്റ് കൂടെ. മൊത്തം 20 മിനിറ്റ്. എടാ, ആദ്യത്തിനെ വെച്ച് സാറിനോടൊന്ന് പറയിപ്പിച്ച് നോക്കിയാലോ? എൻ്റെ പൊന്നു ഫൈമ ഒരു അടി വെച്ചെന്നാണല്ലോ. നീ കണ്ടില്ലേ രാവിലെ കാണിച്ച്? ഒന്ന് ചെയ്തു നോക്കി കൂടെ? ഒലക്ക. എടാ, അവനവൻ്റെ തീരുമാനം എടുത്ത് ഫൈമേ, അത് മാറ്റാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അടുത്ത സർപ്രൈസ് ഫ്രണ്ട്സ്. പൊടി. പക്ഷെ എങ്ങനെ? അതിന് നമ്മളെ ഇവൻ സഹായിക്കും. പഠിച്ചോനെ. പഠിച്ചോല്ല, പഠിച്ചോൻ്റെ ഫാൻ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പൊടിയുടെ ലോഞ്ച് പാഡ്. സൺഡേ രാത്രി പ്രോഗ്രാംസിനിടയ്ക്ക് ഈ ഫാൻ്റെ ബ്ലേഡ്സ് ഞാൻ പൊടിക്കും. ഈ പ്ലാൻ വർക്കാവണമെങ്കിൽ ഫാൻ ഓണാക്കണ്ടേ സാറ് വരുമ്പോൾ? ഓണാക്കും, 100%. സുരേഷ് സാറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിച്ചു. എന്നിട്ട് ഓണാക്കിയില്ലെങ്കിലോ? അതിന് വർക്കിക്ക് ഒരു സ്പെഷ്യൽ വർക്ക് ഉണ്ട്. എന്താ ഞാനില്ലേ? നീയുണ്ട്. എന്താ എൻ്റെ പേര് പറയത്തെ? എടാ, വർക്കിക്ക് വർക്ക് അതിലൊരു കുമ്പുണ്ട്. അകലിന് വർക്ക് അതിലതില്ല. അത് പറ്റത്തില്ല. എന്നാ പോയി പേര് വേണ്ടിട്ടോ. ഡേ നിങ്ങൾ കേക്ക്. ലാസ്റ്റ് ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത് അത് ചെയ്യാനുള്ള ത്രാണി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. എക്സാമിന് സോക്സ് ഇടണം. സോക്സാ? അത്രേ ഉള്ളൂ? വെറുതെ ഇട്ടാ പോരാ. എടാ പോടാ. ചീഞ്ഞ നനഞ്ഞ സോക്സ് ഇടണം.
നമ്മുടെ പ്ലാനിന് വേണ്ടി നമുക്കിത് ചെയ്യാം. ഞാനൊന്നുമില്ല. മുട്ട പപ്സ് എന്നാ ഞാൻ ഇവന്മാരുടെ സോക്സ് കൂടെ മണത്താൽ അയാൾ ഒരു കാര്യം മാത്രമേ ചിന്തിക്കൂ. 3, 2, 1. Initiate launch sequence. ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ 10 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കുറച്ച് ബോംബേഴ്സ് അടുത്ത റൗണ്ടിൽ യൂസ് ചെയ്യും. വേണ്ടി വന്ന തേർഡ് സ്റ്റാൻഡ് എക്സ്ട്രീം കേസസ് ഓൺലി. അത് വേണോ? സുരേഷ് സാർ എക്സാം മാറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യും. ഓ ഗോഡ്. We have 5 days to go. എന്താ നീ ഇത് കഴിക്കും? ഇത് വെച്ചാണോ? ഇത് വെച്ചാ ഓക്കെ. അളിയ നീ വിചാരിച്ച ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഇത് തരാനാണോ ഈ ഇപ്പം രാവിലെ തന്നെ ഇങ്ങോട്ട് വിളിച്ചേ? അളിയ നീ അങ്ങനെ പറയല്ലേ. നീ ഇത് കഴിക്കും. നോക്കാം. കഴിച്ചോ? ഇവന് നാണോ ഇല്ല ഇവൻ്റെ പുറകെ നടക്കാനായിട്ട് ഇതൊന്നും ചോദിച്ചോണ്ട്. ചില ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്ക് പോയി പണിയെടുക്കാം. അളിയ ഒന്നുമില്ലടാ. ജവനെ കൊണ്ട് ഇവനെന്തോ നീ ഇത് കഴിച്ചു. എടാ എനിക്കൊന്നും വേണ്ട, നീ ഒന്ന് കൊണ്ടുപോയേ. നീ കഴിച്ചു നോക്കടാ. ഞാൻ ചോദിച്ചില്ലല്ലോ. അടിപൊളിയാണ്. നീ കഴിച്ചു. നീ വന്നോ ഋഷി? ഇതെന്റെ ഉപ്പുപ്പാന്റെ പഴയ സൈക്കിളാ. നീ ആയോണ്ട് മാത്രം ഞാൻ കൊണ്ടുവന്നേ. പഴയ സൈക്കിളാണല്ലേ, കൊള്ളാം. ദാ ഇത് 150 ഞാൻ 300 പറഞ്ഞേ. എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രേ ഉള്ളൂ. അല്ല വേണ്ട, നീ ഇത് വെച്ചോ, ഞാൻ വേറെ ആളിനെ ചോദിച്ചോളാം. ആമിന, അത് കുഴപ്പമില്ല, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. ഇത് നീ തന്നെ ഒന്നും പറയണ്ട, ഞാൻ വേറെ ആളുടെ ചോദിച്ചോളാം. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എത്ര പഴംപൊരി നിനക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വല്ലം കണക്ക് ഞാൻ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? പഴംപൊരിയോ? അതൊക്കെ നീ വിട്, നീ സൈക്കിൾ വെച്ചോ. നിനക്ക് നിർബന്ധമാണ്, ഞാൻ എടുക്കാം. അല്ലേ നിനക്ക് വേണമെങ്കിൽ മതി. അല്ല, ഞാൻ എടുത്തോളാം. ചെറുക്ക പെട്ടെന്ന് വരാൻ നോക്ക്. ഇനി നിന്ന അവൻ സൈക്കിൾ എടുത്തോളൂ. ആമിന, ഓ എന്റെ ഫോളോ റിക്വസ്റ്റ് ഇൻസ്റ്റയിലെ അക്സെപ്റ്റ് ആക്കാം. ചോദിച്ചു നോക്കാം. നീ എന്റെ സോക്സ് കണ്ടായിരുന്നാ? ഇല്ല. ഫഹീമേ നീയാ? ഇല്ല. നീ കണ്ടായിരുന്നു? അറ്റൻഡൻസ് എടുക്കുന്നു ഉണ്ടെന്ന് പറയും. ചോദിച്ചെന്നല്ലേ ഉള്ളൂ. സാധനം അവിടെ വെച്ചേക്കുന്നു നിന്റെ റൂമില്. എടപ്പല്ലേ കിട്ടിയോ? കിട്ടി. ഇത് കോറിഡോറിന്റെ കീ, ഇത് ക്ലാസിന്റെ കീ, പിന്നെ ഇത് ക്യാൻറ്റീൻ്റെ കീ. അമ്പടി മിടുക്കി. പതുക്കെ പറ. എടാ നിന്റെ റൂമിൽ ആരെയും ചത്ത കിടക്കുന്ന മുടി ഞാൻ നാട്ടു വരുന്നു. എടാ എൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് കുത്തിക്കരണം. സംഭവം ഈ ഹോസ്റ്റലിലെ സകലമാന സോക്സ് ഞാൻ എൻ്റെ റൂമിൽ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുക. ഓക്കെ, നീ തീർന്നു. എടാ അല്ല, നീ എന്തിനാ എല്ലാ കാര്യത്തിനും എന്നെ ബലിയാടാക്കുന്നത്? നൻപ ടെൻഷൻ പണ്ണാതെ, സപ്ലിയിൽ നമുക്ക് എക്സാം പാസ് ആവണ്ടേ, വേണം. അതുകൊണ്ടാ. വാ 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 നോക്കാം. അളിയാ നമുക്ക് നോക്കണ്ടേ? എടാ പ്രഭു, ആരോ വരുന്നുണ്ട്. പ്രഭു സമയമില്ല കേട്ടോ, പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ്. എടാ പൊട്ട. ക്ലീനിങ് ആയിരുന്നട്ടാ. എന്തുവാ ഇതൊന്നും ഇവിടെ നടക്കൂല.
ഇറങ്ങ ഇറങ്ങ. അല്ല അതിന് ഞങ്ങളൊന്നും ചെയ്ത് തുടങ്ങിയില്ലായിരുന്നോ? ക്ലീനിങ്. ആ മതി മതി. ആ ഇറങ്ങ ഇറങ്ങ് ഇറങ്ങ്. നമ്മള് ഏത് ക്ലാസ് വേഗം ഇറങ്ങ്. ആ ഇറങ്ങിക്കോ. എന്നാണോ നമുക്കൊക്കെ ഇതുപോലെ കൊള്ളാല്ലേ ദാസപ്പാ നീ അവിടെ പോയി പണിയെടുക്ക്. ഓ എന്തൊരു നാറ്റാടാ. ഒരു പ്രശ്നമുണ്ട്, ബിറ്റ് എടുക്കാൻ പറ്റിയില്ല. തുണ്ടൊക്കെ വെക്കാവോ ദാസ? പഠിച്ചു പാസ്സാടാ. എടാ നീ കുളിച്ചിട്ട് എത്ര ദിവസമാടാ? ഇതുകൂടെ ശരിയായില്ലേ ട്രെയിൻ പിടിച്ച് വർക്കല പോയി ചടിച്ചാവാലേ. വർക്കല വേണോ ഊട്ടി വേണം? വേണ്ട, ഊട്ടി ഒരു കുമ്മില്ല, വർക്കല മതി. ഉമ്മര് പോയാ പ്രഭുവേ ഇന്ന് എൻ്റെ വക ചായ. പറയണ നാട്ടല്ലേക്കടാ വേണ്ട. അങ്ങനെ എല്ലാം ശരിയാവാൻ വഴിയില്ലല്ലോ. പ്രഭു, അഖിൽ, ഫഹീം, സാന്ദ്ര, അല്ല ഋതു എന്തി? എക്സാമിന് കുറച്ച് സമയം ഒഴിവാക്കിയല്ലോ. എടി ഋതു എവിടെ? അറിയില്ല, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ടെൻഷൻ അടിക്കൊന്നുമില്ലായിരിക്കും. അവൾ രാവിലെ ഗേറ്റൊക്കെ പൂട്ടാൻ വന്നല്ലേ, അതിൻ്റെ ഉറക്ക ക്ഷീണം ഉണ്ടാവും. എന്താ പെട്ടെന്ന് ഡോറ്? എടാ റൂം മാറ്റി 301. എന്നെ കൊല്ലും മിക്കവാറും. എടാ പ്രഭു, ഒന്ന് പിടിച്ചേ. ആ ഹലോ, ഇവളിതെങ്ങോട്ടാ? ഹലോ ഋതു, നീ ഇതെവിടെയാ? എന്താ വരാത്തേ? ഞാനില്ല, എല്ലാരും വീട്ടിൽ പോക്കോ. നീ എന്താ പറയുന്നു? തെളിച്ചു പറ. രാവിലെ കോറിഡോർ പൂട്ടുന്നത് അവൻ കണ്ടു, ആദിത്യൻ. എന്നിട്ട് എന്നിട്ടെന്താ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആരൊക്കെ എന്നെ പടച്ചു വിട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പേര് പറയിപ്പിക്കാൻ കൊറേ നോക്കി. എന്നിട്ട് നീ പറഞ്ഞോ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നെ നിന്നെ ഒക്കെ റിപ്പോർട്ടാക്കുന്ന അവൻ പറഞ്ഞത്. എന്റെ പൊന്നു മോളെ, തോറ്റാലും കുഴപ്പമില്ല, സപ്ലി എഴുതിക്കോളാം ഞാൻ. പക്ഷെ ഡീബാറായ പിന്നെ ഒന്നും ചെയ്യാൻ ആ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. പാപ്പ എന്നെ കൊല്ലും മിക്കവാറും. എന്തായി, ഓക്കെ ആയോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആയല്ലോ. നീ ഒന്ന് സമാധാനിക്കും, നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. എങ്ങനെ ശരിയാക്കുമെന്നാ? പ്രഭു പോണില്ലേ? സാൻഡ്ര വേഗം പൊക്കോ, കുറേ ദൂരമുണ്ട് പോവാൻ. ഞാനറിഞ്ഞു നീയും വെള്ളം കൂടെ ഇന്നലെ ഇവിടെ എന്തോ കാണിച്ചെന്ന്. നീയൊക്കെ പടം കണ്ട് നടന്നപ്പോൾ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. എന്തിനാണെന്നറിയോ? ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. പോട്ടെ. ഓ പിന്നെ Attention everyone. Everyone keep your smartwatches and phones outside.
എന്തിനാ ഇവിടെ ഇരിക്കണേ? എടാ പ്രഭു ഇരിക്കാൻ പറഞ്ഞു. ഉം, ഉം. ഒന്നും കാണാതെ അവനെ പറയില്ലല്ലോ. ആ. എടാ എന്നാലും ഈ പ്ലാൻ വർക്കായാലും നമ്മൾ എന്ത് ചെയ്യും? എന്താ നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. എന്നാലും എല്ലാം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണം എന്നില്ലല്ലോ. എല്ലാം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. പോട്ടെ. Da partigiano, oh bella ciao, bella ciao, bella ciao, ciao, ciao. E se muoio da partigiano, tu mi devi seppellire e seppellire lassù in montagna. Oh bella ciao, bella ciao, bella ciao, ciao, ciao. Seppellire lassù in montagna. Sotto l'ombra di un bel fiore, tutte le genti che passeranno. Oh bella ciao, bella ciao, bella ciao, ciao. എനിക്കൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഞാനും മറ്റൊരാളും മാത്രം നിൽക്കാൻ അറിഞ്ഞാൽ Ti diranno che bel fiore. Sir, may I go to the washroom? Real quick, sir. E questo è il fiore del partigiano. Oh bella ciao, bella ciao, bella ciao, ciao, ciao. Questo è il fiore del partigiano, morto per la libertà. Questo è il fiore del partigiano, morto per la libertà. Questo è il fiore del partigiano. E se io muoio da partigiano, oh bella ciao, bella ciao, bella ciao, ciao, ciao. E se muoio da partigiano, tu mi devi ജയിക്കാനായി വന്നവരല്ല, e എന്നാൽ seppellire തോൽക്കാനിട്ട് പോത്തുമില്ല. lassù in montagna. വി ബ്രോക്ക് ദ Oh മെട്രിക്സ്. bella ciao, bella ciao, bella ciao, ciao, ciao. Seppellire lassù in montagna. Sotto l'ombra അന്ന് നമ്മളവിടെ di un bel fiore. ഛർദി കൊണ്ടൊരു കവിത രചിച്ചു. Tutte le genti che passeranno. Oh bella ciao, bella ciao, bella ciao, ciao, ciao. E le genti che passeranno ti diranno che bel ഇത് നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ കേൾക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്താൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഓർ അറ്റ് കോളേജ്. morto per la libertà. ഇപ്പൊ നമ്മൾ ഇങ്ങനെ സ്ലോ മോഷൻ പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകത്തുള്ളൂ. Questo è il fiore del partigiano, oh bella ciao, bella. എന്ത് പിള്ളേരാടാ നിങ്ങൾ? അപ്പോൾ ആദ്യം ക്ലാസ്സിനെ ഛർദ്ദിപ്പിച്ച് ഒരു ചെറുക്കന് വയറിളക്കം ഉണ്ടാക്കിയിട്ട്. ഓ പിന്നെ നിങ്ങളിവിടുത്തെ ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഇതിൽ തന്നെ നാളെ വരും. കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ. ആദിത്യനോ? അവനെന്ത് പറ്റി? അവന് അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാ വാ വണ്ടി കയറി. എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് പറഞ്ഞാലേ അവൻ വണ്ടി കയറുള്ളൂ. ചോദിച്ചതാ. എടാ ആദിത്യൻ്റെ ഫുൾ നെയിം എന്താ? ആദ്യത്തിൻ്റെ ഫുൾ നെയിം എന്തിനാ? ഇനി അവനെ ഓസിക്കർ പണിയാണോ? എൻ്റെ പൊന്നസ് ഇവിടെ വിട്ടേക്ക്. പാവം ചിക്കൻ. പണിയാനോ? എന്തിന്? ഫുൾ നെയിം പറ നീ. അവൻ്റെ ഫുൾ നെയിം ആദിത്യൻ ജയോ അങ്ങനെ എന്തോ. എൻ്റെ ഫുൾ നെയിം അറിയോ നിനക്ക്? നിങ്ങളുടെ ഫുൾ നെയിം സ്റ്റീവ് ജേക്കബ് അങ്ങനെ എന്തോ അല്ലേ? ഇനി അവൻ നിങ്ങളുടെ മാമൻ്റെ മുമ്പിലാണോ? ആടാ ഒന്ന് പോയ സിയോടാ. ഇച്ചിരി ചളി കൂടുന്നുണ്ടോ മനുഷ്യനെ അവർക്ക് പേടിപ്പിക്കാനായിട്ട്? ജെ ഫോർ ജേക്കബ്. എൻ്റെ അച്ചാച്ചനാ. അച്ചാച്ചൻ എന്ന് വെച്ചാ
അവിടെ ഒന്നും അടിക്കണം.